എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിലെ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കാർഡുകളാണ്. There are many cave paintings that provide information about early human life. We have identified many features of early human life in the test from sources such as Bibedka, Altamira, Chowd, Lascaux, Bagor, Adamgate, Idakil, Jericho, Mehket and Chadalhoyuk. Find out these features from test book and write in corresponding boxes giving different colors such as blue, black, red, green. ആദ്യകാല മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന എത്രയെത്ര ഗുഹാചിത്രങ്ങളാണുള്ളത്? ഭീംബെട്ക, അൽറ്റാമിറ, ഷോവെ, ലാസ്കോ, ബാഗോർ, ആദാംഗഡ്, ഇടക്കൽ, ജെറിക്കോ, മെഹ്ഗഡ്, ചാദൽഹോയുക് തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്ന് പാഠഭാഗത്തെ ആദ്യകാല മനുഷ്യ ജീവിതത്തിൻ്റെ എത്രയെത്ര സവിശേഷതകൾ നാം തിരിച്ചറിഞ്ഞു. അവയൊക്കെ വ്യത്യസ്ത കളങ്ങളിൽ വ്യത്യസ്ത നിറങ്ങൾ കൊടുത്ത്, അതായത് നീല, കറുപ്പ്, ചുവപ്പ്, പച്ച പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതി നോക്കാം. കൂട്ടുകാരെ, നമുക്ക് ഓരോ കാലഘട്ടത്തിലെയും ഓരോ ഏജിലെയും, അതായത് പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്, ചാൽക്കോളിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്രശിലായുഗം, ഈ 4 യുഗങ്ങളുടെയും പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത്. പാലിയോളിത്തിക് ഏജ് ഒന്ന് നോക്കൂ. ക്രൂഡ് സ്റ്റോൺ ടൂൾസ്, ഹണ്ടഡ് കളക്റ്റീവ്ലി, lived in caves during winter, bark fiber vessels, cooked food. മെസോളിത്തിക് ഏജ് നോക്കാം. മൈക്രോ സ്റ്റോൺ ടൂൾസ്, hunting became extinct, began settled life, began to exchange vessels, tools, etc. Bow and arrows were used. Neolithic age, polished stone tools, began cultivation, began collective life, made pots of clay by wooden wheels, plowshare and spade were made of wood. Chalcolithic age, stone and copper tools, stored food grains, huts were built using mud bricks, decorated pots were made, wheeled cut. പ്രാചീന ശിലായുഗം, പരുക്കൻ ശിലായുധങ്ങൾ, കൂട്ടമായ ഇരതേടൽ, ശൈത്യകാലത്ത് ഗുഹകളിൽ ചെലവഴിച്ചു, മരനാരുകൾ കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചു, വേവിച്ച ഭക്ഷണം. മധ്യശിലായുഗം, മെസോളിത്തിക് ഏജ്, സൂക്ഷ്മ ശിലായുധങ്ങൾ, വേട്ടയാടൽ വ്യാപകമായി, സ്ഥിരവാസം ആരംഭിച്ചു, സാധന കൈമാറ്റം, അമ്പും വില്ലും ഉപയോഗിച്ചു. നവീന ശിലായുഗം, നിയോളിത്തിക് ഏജ്, മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ, കൃഷിയുടെ ആരംഭം, കൂട്ടായ ജീവിതം ആരംഭിച്ചു, കളിമൺ പാത്രങ്ങൾ, തടി കൊണ്ടുള്ള കലപ്പ, തൂമ്പ. താമ്രശിലായുഗം, ചാൽക്കോളിത്തിക് ഏജ്, ശിലകളും ചെമ്പും ധാന്യങ്ങൾ സംഭരിച്ചു, ചെളിക്കട്ടകൾ കൊണ്ടുള്ള മൺകുടിലുകൾ, അലങ്കരിച്ച മൺപാത്രങ്ങൾ, ചക്രങ്ങളുള്ള വണ്ടി. You have noticed the changes in the stone tools. Similarly, can you analyze the gradual changes in human life with the help of the chart you have completed earlier? Use the hints given below. അടുത്ത ചോദ്യമാണ്, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ ക്രമമായി വന്ന മാറ്റങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയ ചാർട്ടിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്തെഴുതാമോ? താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ പ്രയോജനപ്പെടുത്തുമല്ലോ. എന്തൊക്കെയാണ് സൂചനകൾ? ഉപകരണങ്ങൾ, ടൂൾസ്, തൊഴിൽ, ഒക്യുപേഷൻ, ആഹാര സമ്പാദനം, സ്ഥിരവാസം, മൃഗപരിപാലനം, പാത്ര നിർമ്മാണം. ടൂൾസ്, ഒക്യുപേഷൻ, ഫുഡ് ഗാദറിംഗ്, സെറ്റിൽഡ് ലൈഫ്, animal husbandry, pottery. Tools, rough stones to polished tools.
occupation, hunting to cultivation, food gathering, food collection to food production, settled life, nomadic life to settled life, animal husbandry, hunting to domestication of animals, pottery, bark fiber vessels to clay pots. ഉപകരണങ്ങൾ പരുക്കൻ ശിലകളിൽ നിന്നും മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളിലേക്ക്, തൊഴിൽ വേട്ടയാടലിൽ നിന്നും കൃഷിയിലേക്ക്, ആഹാര സമ്പാദനം ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക്, സ്ഥിരവാസം അലഞ്ഞു തിരിയുന്ന ജീവിതത്തിൽ നിന്നും സ്ഥിരതാമസത്തിലേക്ക്, മൃഗപരിപാലനം വേട്ടയാടലിൽ നിന്നും കന്നുകാലി വളർത്തലിലേക്ക്, പാത്രനിർമ്മാണം മരനാരുകൊണ്ടുള്ള പാത്രങ്ങളിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിലേക്ക്. Are there any objects in your area that provide information about the past? Can you search and gather information? നിങ്ങളുടെ പ്രദേശത്ത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിവരം നൽകുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടോ? അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാമോ? Indicators: place where it is found, period which it is made or used, how it is made, types of materials and tools used to make it, which color they have used. സൂചന: പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ കണ്ടെത്തി ആ വസ്തുക്കൾ നിർമ്മിച്ച അഥവാ ഉപയോഗിച്ച സ്ഥലം, കാലം, എങ്ങനെ നിർമ്മിച്ചു, എന്തൊക്കെ ഉപയോഗിച്ചു, മറ്റു സവിശേഷതകൾ രേഖപ്പെടുത്താം. Unit 2. The River Valley Civilizations. You have learned about the peculiarities of the Bronze Age civilizations of the world, such as Harappan, Egyptian, Mesopotamian, and Chinese civilizations. We can use them to construct the questions required for the quiz. You can write in appropriate cells using different colors of your choice. കൂട്ടുകാരെ, നമ്മൾ 4 സംസ്കാരങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഒരു പ്രശ്നോത്തരിക്കായി ഈ ഓരോ സംസ്കാരങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ഹാരപ്പൻ സിവിലൈസേഷന്, അതായത് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. Who conducted the first excavation at Harappa in the present Pakistan? Dayaram Sahni. From where the first evidence for the Indus Valley civilization was obtained? Harappa. Who led the excavation in Mohenjo-daro? R.D. Banerjee. Where did the Great Bath located? Mohenjo-daro. Which was the port city of Harappa? Lothal. What was the term used in Mesopotamia for Harappa? Meluha. ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ തെളിവുകൾ ലഭിച്ച സ്ഥലം ഏതാണ്? ഹാരപ്പ. മോഹൻജോ-ദാരോയിൽ ഉത്ഖനനത്തിന് നേതൃത്വം നൽകിയതാരാണ്? R.D. ബാനർജി. വലിയ കുളം സ്ഥിതി ചെയ്യുന്നതെവിടെയാണ്? മോഹൻജോ-ദാരോ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തുറമുഖ നഗരം ഏതായിരുന്നു? ലോത്തൽ. മെസപ്പൊട്ടാമിയക്കാർ ഹാരപ്പയെ ഏത് പേരിലാണ് വിളിച്ചിരുന്നത്? മെലൂഹ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. വാട്ട് വാസ് ദ ടേം യൂസ്ഡ് ടു ഡിനോട്ട് കിങ് ഓഫ് ഈജിപ്റ്റ്? ഫറോവ. വിച്ച് വാസ് ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? ഹൈറോഗ്ലിഫിക്സ്. What was the meaning of the term hieroglyphics? Sacred writing. As per Egyptian calendar, how many days are included in a year? 365 days. ഈജിപ്തിലെ രാജാക്കന്മാർ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഫറോവ. ഈജിപ്ഷ്യൻ ജനത രൂപപ്പെടുത്തിയ എഴുത്തുവിദ്യ എന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധമായ എഴുത്ത്. ഈജിപ്ഷ്യൻ കലണ്ടറിൽ ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരുന്നു? 365 ദിവസങ്ങൾ.
Preparing the questions, did you notice the achievements of the people of the river valley in different fields? Why did these civilizations flourish in the river valleys? Why are these four civilizations commonly known as Bronze Age civilization? What are the common features of these four civilizations? Write down your findings. ചോദ്യങ്ങൾ തയ്യാറാക്കിയപ്പോൾ അക്കാലത്തെ നദീതട സംസ്കാര കാലത്തെ ജനങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്തുകൊണ്ടായിരിക്കും അവർ നദീതടങ്ങളിൽ തഴച്ചു വളർന്നത്? എന്തുകൊണ്ടായിരിക്കും വെങ്കലയുഗ സംസ്കാരം എന്ന പൊതുവായ പേരിൽ ഈ 4 സംസ്കാരങ്ങളും അറിയപ്പെടുന്നത്? എന്തായിരിക്കും ഈ 4 സംസ്കാരങ്ങളുടെയും പൊതു സവിശേഷതകൾ? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതി നോക്കൂ. In river valleys, the facilities of irrigation, fertile soil, transportation through rivers, etc. are available and people started to settle down here. Surplus production led to trade and developments. Thus, small towns and governance has started. River valleys were the most suitable place for the origin and development of civilizations. So, river valleys are known as the cradle of civilizations. In these 4 civilizations, people made tools and weapons using bronze, and these civilizations came to be known as Bronze Age civilizations. Use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science. നദീതീരങ്ങളിൽ ജലസേചനം, വളക്കൂറുള്ള മണ്ണ്, നദിയിലൂടെയുള്ള ഗതാഗതം എന്നീ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനാൽ ജനങ്ങൾ നദീതടങ്ങളിൽ സ്ഥിരവാസം ആരംഭിച്ചു. കൃഷിയിലൂടെ അമിത ഉൽപാദനത്തിലേക്കും കച്ചവടത്തിലേക്കും ചെറിയ നഗരങ്ങളുടെ രൂപീകരണത്തിലേക്കും നയിച്ചു. സംസ്കാരങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു നദീതടങ്ങൾ. ഈ 4 സംസ്കാരങ്ങളിലും ജനങ്ങൾ വെങ്കലം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനാലാണ് ഇവയെ വെങ്കലയുഗ സംസ്കാരം എന്നറിയപ്പെടുന്നത്. വെങ്കലത്തിൻ്റെ ഉപയോഗം കൃഷിയുടെ പുരോഗതി, കച്ചവടത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ തുടങ്ങിയവ ഈ സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകളാണ്. യൂണിറ്റ് 3 ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ്, ഭൗമരഹസ്യങ്ങൾ തേടി. You have learned about the different layers of the interior of Earth. Complete the chart related to interior of the Earth. ഭൗമരഹസ്യങ്ങൾ തേടി. നാം വസിക്കുന്ന ഭൂമിയുടെ ഉള്ളറയെ വ്യത്യസ്ത പാളികകളാക്കി തരം തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഭൂമിയുടെ ഉള്ളറയുമായി ബന്ധപ്പെട്ട ചാർട്ട് പൂർത്തിയാക്കാം. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്. ക്രസ്റ്റ്, മാന്റിൽ, കോർ. ക്രസ്റ്റ്, കമ്പാരിറ്റീവ്ലി thin outer shell, approximately 40 km thick. 2 parts, continental crust, oceanic crust. Mantle, located beneath the crust, extends up to 2,900 kilometers from the crust. 2 parts, upper mantle, lower mantle. Core, central part of the earth, from 2,900 kilometers to 6,371 kilometers. 2 parts, outer core and inner core. ഭൂവൽക്കം, താരതമ്യേന നേർത്ത പുറന്തോട്, ഏകദേശം 40 കിലോമീറ്റർ കനം. 2 ഭാഗങ്ങൾ, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. മാന്റിൽ, ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2,900 കിലോമീറ്റർ വരെ.
2 ഭാഗങ്ങൾ ഉപരിമാൻറ്റിൽ, അധോമാൻറ്റിൽ. കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്റർ തുടങ്ങി 6371 കിലോമീറ്റർ വരെ. 2 ഭാഗങ്ങൾ പുറക്കാമ്പ്, അകക്കാമ്പ്. You have learned about difference of rocks like granite, sandstone and marble. Complete the table by writing the following hints in the appropriate boxes. Hints formed by the deposition of sediments in low regions, prominent in Kerala, formed by cooling of molten rock material, stratified rocks, undergo physical and chemical changes, primary rocks. ഗ്രാനൈറ്റ്, മണൽക്കല്ല്, മാർബിൾ തുടങ്ങിയ വിവിധ തരം ശിലകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളെ അനുയോജ്യമായ കളങ്ങളിൽ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. സൂചനകൾ: താഴ്ന്ന പ്രദേശങ്ങളിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊള്ളുന്നു. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ഉരുകിയ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നു. അടുക്കുശിലകൾ ഭൗതികമായും രാസപരമായുമുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. പ്രാഥമിക ശിലകൾ. Primary rocks formed by cooling of molten rock material. Primary rocks. Sedimentary rocks formed by the deposition of sediments in low regions. Stratified rocks. Metamorphic rocks prominent in Kerala, undergo physical and chemical change. പ്രാഥമിക ശിലകൾ. ഉരുകിയ ശിലാദ്രവം തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നു. പ്രാഥമിക ശിലകൾ. ആവസാദ ശിലകൾ. താഴ്ന്ന പ്രദേശങ്ങളിൽ ആവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊള്ളുന്നു. അടുക്കുശിലകൾ. കായാന്തരിത ശിലകൾ കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. ഭൗതികമായും രാസപരമായുമുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. You have learned that the soil is formed by prolonged processes like weathering of rocks and decomposition of organic matter. Observe the various human activities in the areas around you and complete the tables given below. Uses of soil activities that cause soil depletion. ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞും അതിനോടൊപ്പം ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊള്ളുന്നതെന്ന് നാം മനസ്സിലാക്കി. നിങ്ങളുടെ പരിസരത്തുള്ള പ്രദേശങ്ങളിലെ മനുഷ്യൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് ചുവടെയുള്ള പട്ടികകൾ പൂർത്തിയാക്കുക. മണ്ണിൻ്റെ ഉപയോഗങ്ങൾ, മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ. യൂസസ് ഓഫ് സോയിൽ ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ്, ഫോർ അഗ്രികൾച്ചർ, ഫോർ പോട്ടറി മേക്കിംഗ്, ഫോർ മെഡിസിൻസ്, ഫോർ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഫോർ മിനറൽസ്. മണ്ണിൻ്റെ ഉപയോഗങ്ങൾ: നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, കാർഷിക ആവശ്യങ്ങൾക്ക്, മൺപാത്ര നിർമ്മാണത്തിന്, മരുന്ന് നിർമ്മാണത്തിന്, സൗന്ദര്യവർദ്ധക വസ്തു നിർമ്മാണത്തിന്, ധാതുക്കൾക്ക്. ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് സോയിൽ ഡിപ്ലീഷൻ: non-degradable materials like plastic, overuse of chemical fertilizers, unscientific constructions, quarrying, draining waste water into the soil, overgrazing. മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ: പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം, രാസവളത്തിൻ്റെ അമിത ഉപയോഗം, രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, മണ്ണ് ഖനനം, കുന്നിടിക്കൽ, മലിനജലം മണ്ണിലേക്ക് ഒഴുക്കുന്നത്, അമിതമായ കന്നുകാലി മേയ്ക്കൽ. When is World Soil Day celebrated every year? What is the significance of celebrating this day? Soil conservation is essential for the survival of life. Find out the different ways to protect the soil. എല്ലാ വർഷവും ലോക മണ്ണു ദിനം ആചരിക്കുന്നത് എന്നാണ്?
എന്താണ് ഈ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം? ജീവന്റെ നിലനിൽപ്പിന് മണ്ണ് സംരക്ഷണം അനിവാര്യമാണല്ലോ. മണ്ണ് സംരക്ഷിക്കുന്നതിൻ്റെ വിവിധ മാർഗങ്ങൾ കണ്ടെത്തി എഴുതുക. വേൾഡ് സോയിൽ ഡേ is observed on December 5. Check deforestation, crop rotation, terrace farming along hill slopes, construction of check dams, checking overgrazing, terracing and contour building, use of biofertilizers, use of biopesticides. ലോക മണ്ണു ദിനം ഡിസംബർ 15. മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് മണ്ണ് സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ: വനനശീകരണം തടയൽ, മരങ്ങൾ നട്ടുവളർത്തൽ, കുന്നിൻ പ്രദേശങ്ങളിൽ തട്ടുകളായി തിരിച്ച് കൃഷി, ജൈവവളത്തിൻ്റെ ഉപയോഗം, ജൈവ കീടനാശിനികളുടെ ഉപയോഗം, മണ്ണ് ഖനനം കുന്നിടിക്കൽ തടയൽ, മലിനജലം സംസ്കരിക്കൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കൽ. കൂട്ടുകാരെ, ഇനിയുള്ള പ്രവർത്തന കാർഡുകളുമായി ആക്ടിവിറ്റി കാർഡ്സുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.